കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന സൂചനകൾ ശക്തമായതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സുപ്രധാന ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതായ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെയാണ് സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലും മന്ത്രിമാരുടെ ഓഫീസുകളിലും ഫയൽ നശിപ്പിക്കൽ ഊർജിതമാക്കിയത്. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയേക്കാവുന്ന നിർണായക രേഖകൾ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് ഇല്ലാതാക്കാനാണ് ഈ നീക്കമെന്ന ആക്ഷേപം ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അവധി ദിനങ്ങളിൽ പോലും വിവിധ ഓഫീസുകൾ സജീവമായി പ്രവർത്തിച്ചതായും മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ള ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ മുറിക്ക് സമീപമുള്ള റൂമിലെത്തിച്ച് നശിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മനോരമയിൽ VR പ്രതാപ് പുറത്തുവിട്ട ചിത്രങ്ങൾ സഹിതമുള്ള വാർത്ത സെക്രട്ടേറിയറ്റ് ഇടനാഴികളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സുപ്രധാനമായ പല ഇടപാടുകളും ഈ ഓഫീസ് സംവിധാനം വഴി നടത്തിയാൽ ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുമെന്നതിനാൽ മനഃപൂർവ്വം കടലാസ് ഫയലുകളായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും നടത്തിയ കത്തിടപാടുകൾ, രഹസ്യക്കുറിപ്പുകൾ എന്നിവയാണ് ഇപ്പോൾ പ്രധാനമായും നശിപ്പിക്കപ്പെടുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പല പ്രധാന ഫയലുകളും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കടത്തിയതായും സൂചനയുണ്ട്. സാധാരണ നിലയിലുള്ള കടലാസ് നശിപ്പിക്കലിനേക്കാൾ ഉപരിയായി വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ് ഫയലുകൾ സൂക്ഷിക്കാനുള്ള ചുമതല എന്നിരിക്കെ ഇത്രയേറെ രേഖകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് വലിയ നിയമലംഘനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം മുൻപ് തന്നെ സംസ്ഥാനത്തെ വിവര സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് മുതിർന്ന IT ഉദ്യോഗസ്ഥനായ സഹദേവൻ വിജയൻ ഗവർണർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിലെയും ക്ലിഫ് ഹൗസിലെയും CCTV സംവിധാനങ്ങൾ ഒരേ സമയം തകരാറിലായതും ഷോർട്ട് സർക്യൂട്ട് മൂലം രേഖകൾ നശിപ്പിക്കപ്പെട്ടതും സാങ്കേതികമായി അസാധ്യമാണെന്നും ഇത് ആസൂത്രിതമായ അട്ടിമറിയാണെന്നും അദ്ദേഹം തന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഡിജിറ്റൽ രേഖകൾ നശിപ്പിക്കാനായി ഈ ഓഫീസ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിലൂടെ അത് തടയപ്പെട്ടു. ഇതോടെയാണ് അവശേഷിക്കുന്ന കടലാസ് രേഖകൾ അടിയന്തരമായി നശിപ്പിക്കാൻ ഭരണകേന്ദ്രം തീരുമാനിച്ചത്. പൊതുഭരണ സെക്രട്ടറി K. ബിജു ഈ നീക്കങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴും സെക്രട്ടേറിയറ്റിലെ ഷ്രെഡിംഗ് റൂമുകൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഗ്രീൻ ആക്ട് ഇന്നൊവേഷൻസിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായ സഹദേവൻ വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് സംസ്ഥാനത്തെ വിവര സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ആശങ്ക അറിയിച്ച് ഏപ്രിൽ 11-നാണ് കത്തയച്ചത്. സംസ്ഥാനത്തെ സുപ്രധാന രേഖകളുടെയും വിവരങ്ങളുടെയും സുരക്ഷിതത്വത്തിലും വിശ്വാസ്യതയിലും സംഭവിക്കുന്ന തുടർച്ചയായ പരാജയങ്ങൾ ഒരു മുതിർന്ന ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊഫഷണൽ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും താൻ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.